പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന് കീഴിലെ തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ശുചീകരണത്തിനൊപ്പം ഔഷധത്തോട്ടവും ഒരുക്കി പൊതുപ്രവർത്തകരും കുടുംബശ്രീ ഹരിതകർമ്മസേന അംഗങ്ങളും. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുർവേദ ആശുപത്രികളിലൊന്നാണ് തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി. ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റും വിവിധങ്ങളായ പദ്ധതികളാണ് ആശുപത്രിയിൽ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് ആശുപത്രിയും പരിസരവും ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരിച്ചത്. മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുകയും ആശുപത്രി അണുവിമുക്തമാക്കുകയും ചെയ്തു. ഇതിനോടൊപ്പം ഔഷധത്തോട്ടം ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു. പരിപാടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഈ ക്ലീനിങ്ങിൽ കുടുംബശ്രീ അംഗങ്ങളെ, രാഷ്ട്രീയ പ്രവർത്തകരെ, അതുപോലെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരെ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന കേരളം ഒരു മാലിന്യമുക്തമാക്കുക എന്നുള്ള പ്രഖ്യാപനം മാർച്ച് മാസം 31-ാം തീയതി നടത്തുന്നതിൻ്റെ ഭാഗമായി നവംബർ 1-ാം തീയതി നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും, പ്രത്യേകിച്ച് പാമ്പാടുംപാറ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളെയും മാലിന്യമുക്ത കേരളമാക്കി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ തലത്തിലുള്ള സ്ഥലങ്ങളിലുള്ള ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആയുർവേദ ആശുപത്രി തിരഞ്ഞെടുത്ത് ഇന്ന് ഇവിടുത്തെ കുടുംബശ്രീയും ഇവിടുത്തെ തൊഴിലുറപ്പ് അംഗങ്ങളും അത് പൊതുപ്രവർത്തകർ അടക്കമുള്ളവർ ഇതിൻ്റെ അകത്ത് പങ്കാളികളായിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, ആശുപത്രി ജീവനക്കാർ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് സേവന പ്രവർത്തനങ്ങൾ നടത്തിയത്. 3 ഘട്ടമായി നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം സമ്പൂർണ്ണ ശുചിത്വ ആശുപത്രിയായി തേർഡ് ക്യാമ്പ് ആയുർവേദ ആശുപത്രിയെ പ്രഖ്യാപിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.